ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മത്തായി 5:44. നമ്മൾ എല്ലാ ദിവസവും ഇടപഴകുന്ന മനുഷ്യരാണല്ലോ. അതായത് ചില സമയം നന്മയും ചില സമയം തിന്മയും ഒക്കെയായി പലവിധ പ്രവർത്തനങ്ങളിലൂടെ നമ്മോട് സന്ദർഭത്തിൽ ഏർപ്പെടുന്നവർ. അവരുടെ ഭാഗത്തു നിന്ന് തിന്മ വന്നാൽ നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അവർ ചെയ്യുന്നത് നന്മയായി മാറിയാലും നമുക്ക് ഫലത്തിൽ അത് തിന്മ പോലെ തന്നെ അനുഭവപ്പെടാറുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് നോവാറുണ്ട്. ഈശോ ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കുന്നവരെ മാത്രമല്ല, നമ്മളെ വാസ്തവത്തിൽ ഉപദ്രവിക്കുന്നവരെ കൂടി നിങ്ങൾ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. കാരണം നമ്മൾ ഈശോയുടെ മക്കളാണ്. നമുക്കറിയാം, ദൈവം നമ്മുടെ പിതാവാണ്. നമുക്കൊരു പിതാവും ഒറ്റ സഹോദരനും മാത്രമേ ഉള്ളൂവെങ്കിൽ എല്ലാവരെയും നമ്മൾ ഒരേ കുടുംബമായി പരിഗണിച്ച് സ്നേഹിക്കേണ്ട ആവശ്യം വരുന്നു. നമ്മൾ എല്ലാവരും പരസ്പരം സ്നേഹിക്കേണ്ടത് സഭയിലൂടെ നമ്മൾ ലോകത്തിൽ ഒന്നായിട്ടാണ്. ഒരു പിതാവിൻ്റെ മക്കളാണ് എന്നുള്ള നിലയിലാണ് സ്നേഹിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എൻ്റെ ഈ ജീവിതം ഐഹികമല്ല, എൻ്റെ അധികാരവും എൻ്റെ രാജ്യവും ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ എതിർത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി ദൂതന്മാർ വന്നേനെ. കാരണം നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ പുത്രത്വം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ടുള്ള സ്വർഗരാജ്യത്തിലെ ജീവിതത്തിലാണ്. അതുകൊണ്ട് തന്നെ നീ ഈ ഭൂമിക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്നവരെ നമുക്ക് തിരിച്ചും വിഷമിപ്പിക്കാം. പക്ഷേ നമ്മൾ നിത്യജീവൻ എന്ന് പറയുന്ന കാര്യം പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടുകൂടിയാണ് നേടിയെടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മത്തായി 5:44 നമ്മൾ വായിക്കുമ്പോൾ ഒക്കെ നമ്മുടെ നിത്യജീവനെ കുറിച്ച് ഓർക്കുവാനും നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ.